ശ്വാസം മുട്ടണമെന്ന് പറഞ്ഞിട്ട് ഞാൻ 1 മണിയോടുകൂടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാണ്. അവിടെ എത്തിയപ്പോഴത്തേക്ക് ഗേറ്റ് തുറന്നിട്ടുണ്ട്, പക്ഷേ അവിടെ ഗ്രില്ലെല്ലാം പൂട്ടിയിട്ടൊക്കെയായിരുന്നു. ഞങ്ങൾ പലതവണ വിളിച്ചതിന് ശേഷമാണ് അവർ വന്നിട്ട്, അവർക്ക് പൂട്ട് തുറക്കാൻ കൂടി പറ്റുന്നില്ല. അവരെ ഉറക്കത്തിൻ്റെ ആ ഒരു ഇതിലായിരിക്കണം. ഞാൻ ഓടി വരുമെന്ന് വിളിച്ചു. എൻ്റെ ഇക്കാക്ക് അവിടെ ഇരുന്നിട്ട് ഞാൻ ഇരിക്കാൻ പറഞ്ഞിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല, നിൽക്കാൻ പറഞ്ഞിട്ട് നിൽക്കാൻ പറ്റുന്നില്ല, കറുത്തു. അപ്പോഴും ഞാൻ പറയാനുണ്ട്, ബോധം പോയെന്ന് തോന്നുന്നു, എന്തെങ്കിലും ചെയ്യുമെന്ന് വെച്ചപ്പോൾ നഴ്സ് എന്നോട് ചോദിച്ചു, നീ എങ്ങനെയാണ് കൊണ്ടുവന്നതെന്ന് ചോദിച്ചു. 2 വീലറിലാന്ന് പറഞ്ഞപ്പോൾ, ഇത്രയും സീരിയസ് ആയ ഒരാളെ 2 വീലറിലാണോ കൊണ്ടുവരുന്നതെന്ന് ഇങ്ങനെ ദേഷ്യപ്പെട്ടതല്ലാതെ. ഹായ്, നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയട്ടിലേക്ക് സ്വാഗതം കേട്ടോന്നേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ, തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസം നടന്ന ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ മരണത്തെ പറ്റിയാണ് ഇന്നത്തെ നമ്മുടെ റിയാക്ട് ചെയ്യുന്ന വീഡിയോ. ചിലരൊക്കെ കണ്ടു കാണും ഈ ഒരു കാര്യത്തെപ്പറ്റി. കാണാത്തവർക്ക് വേണ്ടി ഞാനിതിൽ അതിൻ്റെ സൈഡ് വീഡിയോസ് ചെയ്യണം, അതിൻ്റെ CCTV ദൃശ്യങ്ങൾ കാണാം. തിരുവനന്തപുരത്ത് നടന്നൊരു സംഭവമാണ്, നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നടന്നൊരു കാര്യമാണ്. ഒരു മനുഷ്യൻ ജീവന് വേണ്ടി കിടന്ന് പിടയുന്ന ഒരവസ്ഥയാണ് നമ്മൾ കാണുന്നത്. ഒരു വയ്യാതെ ശ്വാസം മുട്ടലായിട്ട് ഹോസ്പിറ്റലിൽ അദ്ദേഹത്തിൻ്റെ വൈഫ് സ്കൂട്ടറിൽ അവരത്രയും ഒരു ബുദ്ധിയെങ്കിലും അവർക്ക് തോന്നിയ സ്കൂട്ടറില്ലെങ്കിലും ആ മനുഷ്യനെ അവിടെ കൊണ്ടുവരാനുള്ള ധൈര്യം അവർക്ക് തോന്നി. അതും രാത്രി 1 മണിക്കാന്ന് വിചാരിക്കണം, പകലൊന്നുമല്ല, രാത്രിയിലാണ് അവരിത് കൊണ്ടുവരുന്നത്. ആ മനുഷ്യനെ കൊണ്ടുവരുന്നു. അവിടെ 37 വയസ്സേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ പേര് ബിസ്മി എന്നാണ്. ആ മനുഷ്യനെ കൊണ്ടുവന്ന് അവിടെ ഹോസ്പിറ്റലിൽ ഇരുത്തി എത്ര നേരം കഴിഞ്ഞാണ് അതിനുള്ളിലേക്ക് കയറ്റാൻ പറ്റുന്നത് എന്നുള്ളതിനൊക്കെ. അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു. കാര്യം ആ ഒരു ഹോസ്പിറ്റലുകാരുടെ ശ്രദ്ധക്കുറവുകൊണ്ട് മാത്രം സംഭവിച്ചൊരു കാര്യമെന്ന് നമുക്കിത് പറയാൻ പറ്റത്തുള്ളൂ. മിക്ക ഹോസ്പിറ്റലും ഇത് തന്നെയാണ് അവസ്ഥ. നമ്മളൊരു ഹോസ്പിറ്റൽ, ഗവൺമെൻറ് ഹോസ്പിറ്റലോട് ചെയ്താൽ പ്രൈവറ്റിൽ ചെന്നാൽ അത്രയില്ല. കാര്യം എന്നാന്ന് വെച്ചാൽ അതിന് മുകളിൽ ഒരു അധികാരിയുണ്ട്, അവർക്ക് ആ ഹോസ്പിറ്റൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ട്. അതുകൊണ്ടാണ് എത്ര പൈസ ആയാലും ചിലരൊക്കെ ഈ പ്രൈവറ്റ് ആശുപത്രിയോട് തന്നെ പോകുന്നത്. കാര്യം എന്ന് വെച്ചാൽ പെട്ടെന്നൊരു ചികിത്സ നമുക്ക് കിട്ടും. പക്ഷേ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ എന്ന് പറഞ്ഞാണ്ടല്ലോ, രാത്രി പ്രത്യേകിച്ച് ചെന്നാൽ അവർ മൈൻഡ് ചെയ്യത്തില്ല. അവർ ഉറങ്ങാൻ വേണ്ടി വരുന്നവരാണ് അവിടെ. അവർക്ക് ഉറക്കമാണ് പ്രധാനം. നമ്മളൊന്ന് ഡോക്ടറെ വിളിക്കാമോ എന്ന് ചോദിച്ചാൽ പോലും അവർ ആലോചിച്ചെടുത്ത് അവരുടെ സമയം അനുസരിച്ചാണ് ഒരു ഡോക്ടറെ ഒന്ന് വിളിക്കെടുക്കുകയൊക്കെ ചെയ്യുന്നത്. ഇതെല്ലാവർക്കും ഉണ്ടാകുന്ന അനുഭവമാണ്. കാര്യം സാധാരണക്കാരന് വേണ്ടിയുള്ളതാണ് ഈ ഗവൺമെൻറ് ഹോസ്പിറ്റൽ എന്ന് പറയും. നമ്മൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ച് വിടുന്ന എണ്ണത്തിനാണ്, നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. ജയസൂര്യ പറയുന്ന പോലെ നമ്മുടെ ജോലിക്കാരാണ് അവർ, അതിനാണ് നമ്മൾ വോട്ട് ചെയ്ത് അവരെ കയറ്റിവിടുന്നത്. പക്ഷേങ്കിൽ അവരുടെ ജോലിക്കാരെന്ന രീതിക്കാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മൾ ഒരു ഓച്ചാനിച്ച് നിൽക്കുന്ന ഒരു ആശുപത്രി ചെന്നാൽ നമുക്കൊന്നും സംസാരിക്കാൻ പറ്റത്തില്ല. അവർ നേഴ്സുമാരുടെ ചാട്ടം കാണണം, സീപ്പേഴ്സ് ഉണ്ടെങ്കിൽ അവരുടെ ചാട്ടം കാണണം, സെക്യൂരിറ്റി ചാടുന്നു. എല്ലാവരും നമ്മൾ ഭരണക്കാരാണ്. അവിടെ ഒരു പേഷ്യൻറ്റ് ചെന്നാൽ ഇവരെല്ലാം രീതി കണ്ടാൽ തോന്നുന്നു ഇവരെല്ലാം MBBS പാസ്സായിച്ച് നിൽക്കുന്നവരാണെന്ന് തോന്നുന്നു അവിടെ നിൽക്കുന്നവർ മൊത്തം. അതുപോലെയാണ് നമ്മളെ ഭരിക്കുന്നതും നമ്മളോട് ചോദിക്കുന്നതും എടുക്കുന്നതും നമ്മളെ പേടിപ്പിക്കുന്നതും. അങ്ങേയറ്റം അവിടുത്തെ വണ്ടി ഓടിക്കുന്ന ഡ്രൈവർ വരെ വന്ന് നമ്മളെ ആയിട്ട് പേടിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുകയുള്ളൂ. നമ്മളൊന്നും മിണ്ടത്തില്ല. കാര്യം എന്നാന്ന് ചോദിച്ചാൽ, ഇതിലാരാണ് ഡോക്ടർ, ഇതിലാരാണ് നേഴ്സ്, ആരെ പേടിക്കണം ഭയക്കണം എന്നൊന്നും നമുക്ക് തന്നെ അറിയാം. നമ്മളിങ്ങനെ പേടിച്ചവിടെ നിൽക്കും. എന്നതാണ് മുന്നോട്ട് കാര്യം, നമ്മുടെ കയ്യിരിക്കുന്ന ഒരു ജീവനാണ്. അതുകൊണ്ടാണ് എല്ലാവരും മിണ്ടാതെ മൗനമായിട്ട് നിന്ന് ഇങ്ങനെയും കയ്യെ കാലെ പിടിച്ച് കാര്യം. നമ്മുടെ നികുതി പണത്തിൽ നിന്നാണ് ഇവർക്കൊക്കെ ശമ്പളം കിട്ടുന്നത്. ആ ശമ്പളം കൊടുക്കുന്നിടത്ത് നമുക്ക് കിട്ടേണ്ട ഒരു ആനുകൂല്യങ്ങളും കിട്ടാതെ ഇവരുടെ ഔദാര്യത്തിന് വേണ്ടി നമ്മൾ കാത്തു നിൽക്കുകയാണ് ചെയ്യുന്നത്. എന്നാണേലും 37 വയസ്സുള്ളൊരു മനുഷ്യനായിരുന്നു. 11ഉം 5 വയസ്സുള്ള 2 കൊച്ചു പിള്ളേരാണ് അദ്ദേഹത്തിനുള്ളത്. ആ കുഞ്ഞുങ്ങളെ ഇനി അവരെങ്ങനെ മുന്നോട്ട് കൊണ്ടുവരും? സാമ്പത്തികമായിട്ട് ഒരുപാട് അനുഭവിക്കുന്ന കുടുംബത്തിൽ തന്നെയാണ്, വലിയ സാമ്പത്തികമുള്ള വീട്ടിലെ അല്ല. അങ്ങനെയുള്ളിടത്ത് ആയിരുന്നെങ്കിൽ ഒരിക്കലും ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ അവർ കൊണ്ടുവരികയില്ല. അവരേതെങ്കിലും ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് പെട്ടെന്ന് കൊണ്ടുപോകത്തുള്ളൂ. ഒരു വണ്ടി വിളിച്ചൊരു കൊണ്ടുപോകത്തുള്ളൂ. അവരെ സ്കൂട്ടറെ തന്നെ അന്നേരം ഒരു വണ്ടി പോലും വിളിക്കാതെ പെട്ടെന്ന് കൊണ്ടുവന്ന് അദ്ദേഹത്തിൻ്റെ ജീവൻ അവർ രക്ഷിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ്. അതിന് അവർ പറഞ്ഞൊരു കാരണം, അത് ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ ഒരു പട്ടിയുടെ ശല്യം ഉണ്ടെന്നിരുന്നോട്ടെ, ഓക്കെ, എല്ലായിടത്തും ഉണ്ട് അങ്ങനെ ശല്യങ്ങൾ. അവർ ഗ്രില്ല് അടച്ചിട്ടാൽ പോരെ, ഗ്രില്ല് പൂട്ടി താക്കോൽ കൊണ്ട് നടക്കേണ്ട കാര്യമില്ലല്ലോ. പട്ടി എന്നാ താഴെ ലോക്ക് ഇട്ടല്ല, ലോക്ക് തുറന്ന് പട്ടി അകത്ത് കയറുമോ? അങ്ങനെ സംഭവിക്കുമോ? അതൊന്നും ഒരു കാരണമല്ല. അവർ ആ ലോക്ക് ഇട്ട് വെക്കുന്നതിൻ്റെ കാരണം എന്നാന്ന് ചോദിച്ചാൽ, പെട്ടെന്ന് ഒരാൾ ചെന്ന് കയറുമ്പോൾ ഇവർ കിടന്നുറങ്ങുന്ന കാണരുത്. ഇവർ കിടന്നുറങ്ങുന്ന കാണാതിരിക്കാൻ വേണ്ടിയാണ്. നമ്മുടെ ശൈലജ ടീച്ചർ ആരോഗ്യമന്ത്രി ആയിരുന്ന സമയത്ത് രാത്രി വരെ അവർ ഓരോ ഹോസ്പിറ്റലിൽ ചെല്ലുമായിരുന്നു, ഓരോ കാര്യങ്ങൾ നോക്കാനായിട്ട്. നമുക്ക് ഇപ്പോഴും ഉണ്ടൊരു മന്ത്രി, എവിടാണോ എന്നാണോ, എത്ര മരണങ്ങളാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. ഈ കഴിഞ്ഞ ഇടയ്ക്ക് നടന്നായിരുന്നല്ലോ ഒരു മനുഷ്യൻ്റെ മരണം, വേണു എന്ന് പറഞ്ഞ് നെഞ്ചുവേദന എടുത്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യ പറയുന്നുണ്ട്, അത് അഡ്മിറ്റായിരുന്നു ഹോസ്പിറ്റലിൽ. എന്നിട്ട് പോലും അദ്ദേഹത്തിന് കൊടുക്കേണ്ട ട്രീറ്റ്മെൻറ്റോ കാര്യങ്ങളോ കൊടുക്കാതെ അദ്ദേഹം പോയി. ആർക്ക് പോകുന്നു? ഈ സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങളൊന്നും ഒരു 2-3 ദിവസം, അതിനപ്പുറം ഇത് പബ്ലിക്കിലേക്ക് വരുന്നില്ല. പിന്നെ അതുങ്ങളുടെ ജീവിതം ദുരിതമാണ്. പിന്നെ നമ്മളെയൊക്കെ അന്വേഷിച്ച് വരുന്നത് എപ്പോഴാണെന്നറിയോ? അടുത്ത ഇലക്ഷൻ ആകുമ്പോഴത്തേക്കാണ്. എല്ലാ പാർട്ടിക്കാരും കണക്കാണ്. ഒരു പാർട്ടി തന്നെയല്ല, എല്ലാ പാർട്ടി, ഏത് പാർട്ടിക്കാരാണ് ഈ ഇലക്ഷൻ സമയത്ത് വരുള്ളൂ. ജനങ്ങൾ വെറും പൊട്ടരാണ്, വെറും പൊട്ടർ.
കാര്യം വോട്ട് ചെയ്യുക, കയറ്റി വിടുക. അവർക്ക് സമ്പാദിക്കാനുള്ള അവരുടെ കിടന്ന് സമ്പാദിക്കുന്നുണ്ട്. പക്ഷെ ജനങ്ങൾ എന്നും ദുരിതം തന്നെയാണ് ജനങ്ങൾക്ക്. എന്നെയാണെങ്കിലും നമുക്ക് അവർ പറയുന്നൊന്ന് കേൾക്കാം. നമുക്ക് കേട്ടാൽ നമുക്ക് സഹിക്കത്തില്ല. അതുപോലെയാണ് അവർ പറയുന്നത് കേട്ടത്. കാര്യം ആ ഒരു നിമിഷമൊക്കെ എന്നതായിരിക്കും. നമുക്ക് മരണമെന്ന് പറയുന്നതാണ് നമുക്ക് ഒരിക്കലും നമുക്ക് താങ്ങാൻ പറ്റാത്തൊരു വേദനയാണത്. നമുക്ക് വേണ്ടപ്പെട്ടവർ അത് പ്രായം ചെന്നവരാണെങ്കിൽ പോലും നമ്മളിൽ നിന്ന് വേർപെട്ട് പോയി നമ്മൾ എത്ര ദിവസം എടുക്കും അതൊന്ന് നോർമലാകാനായിട്ട്. ആ കുടുംബത്തിൻ്റെ ഒരു അത്താണിയല്ലേ പോയത്. അവരുടെ ആ വീടിൻ്റെ ഒരു നെടും തൂണാണ് പോയത്. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഒരാൾ നഷ്ടപ്പെട്ട ഒരു കുടുംബത്തിൽ നിന്ന് പോയാൽ 1, 2, 3 ദിവസം സഹായിക്കാൻ ആൾക്കാർ കാണും. പിന്നെ ആരും കാണുകയില്ല. ആ കുഞ്ഞുങ്ങളൊക്കെ കുഞ്ഞുങ്ങളാണ്. അതുങ്ങളൊക്കെ ഭാവി ഇനി തന്നെ അതുങ്ങൾ എങ്ങനെയായിരിക്കും ഇനി എത്രമാത്രം കഷ്ടപ്പെട്ടാലായിരിക്കും അതുങ്ങളെ മുന്നോട്ട് ഇനി അവർ കൊണ്ടുവരാൻ പറ്റുന്നത്. ശ്വാസം മുട്ടണമെന്ന് പറഞ്ഞിട്ട് ഞാൻ 1 മണിയോടുകൂടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാണ്. അവിടെ എത്തിയപ്പോഴത്തേക്ക് ഗേറ്റ് തുറന്നിട്ടുണ്ട്, പക്ഷേ അവിടെ ഗ്രില്ലെല്ലാം പൂട്ടിയിട്ടൊക്കെയായിരുന്നു. ഞങ്ങൾ പലതവണ വിളിച്ചതിന് ശേഷമാണ് അവർ വന്നിട്ട് അവർക്ക് പൂട്ട് തുറക്കാൻ കൂടി പറ്റുന്നില്ല. അവരെ ഉറക്കത്തിൻ്റെ ആ ഒരു ഇതിലായിരിക്കണം. ഞാൻ ഓടി വരുമെന്ന് വിളിച്ചു. എൻ്റെ ഇക്കത് അവിടെ ഇരുന്നിട്ട് ഞാൻ ഇരിക്കാൻ പറഞ്ഞിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല, നിൽക്കാൻ പറഞ്ഞിട്ട് നിൽക്കാൻ പറ്റുന്നില്ല, കിടന്ന് വിളിക്കുന്നുണ്ട്. കൈ ഉയർത്തി കിടന്ന് വിളിക്കാൻ, രക്ഷിക്കണേ, എനിക്ക് 2 മക്കളുണ്ട്, എന്നെ ആരെങ്കിലും ഒന്ന് രക്ഷിക്കുന്നു, ഓടി ഇങ്ങനെ കീറി വിളിക്കുന്നുണ്ട്. ആ സൗണ്ട് കേട്ടിട്ട് ഒരു സെക്യൂരിറ്റി വന്നു. പുള്ളിക്കാരനും കൂടെ പിടിച്ചിട്ടാണ് അകത്ത് കൊണ്ടുപോയത്. അത്രയും കിടന്ന് നിലവിളിച്ച് അവർ വിളിക്കുമ്പോഴും അവർ ആടിത്തുടങ്ങി. എത്ര ഇപ്പം നമ്മൾ ഈ CCTV അതിൽ തന്നെ നമ്മൾ എത്ര നേരം കാണുന്നുണ്ട്. അവർ അത്രയും നേരം ഒരു ഹോസ്പിറ്റലല്ലേ അത്, ഒരു എമർജൻസി കൊണ്ടുവരുമ്പോഴത്തേക്ക് എപ്പോഴും കാഷ്വാലിറ്റി ഡോർ തുറന്നു കിടക്കണമെന്ന് പറയുന്നത്. അവിടെ ഒരു സെക്യൂരിറ്റി ഉണ്ടല്ലോ, ആ ഒരു ഗേറ്റ് ഇനി അവർ അടച്ചിട്ടോട്ടെ, അവിടെ ഒരു സെക്യൂരിറ്റിക്ക് നിൽക്കാമല്ലോ. ഈ ഒരു എമർജൻസി വരുമ്പോഴത്തേക്ക് അതാ ഞാൻ പറയാം, ഗവൺമെൻറ് ഹോസ്പിറ്റലൊക്കെ ആയിക്കഴിഞ്ഞാൽ ഉത്തരവാദിത്തങ്ങളില്ല. ആരെങ്കിലും ഇപ്പം നമ്മളൊരു പരാതിപ്പെട്ടാലും ഒരു കുറച്ച് നേരം അതിൻ്റെ പിന്നെ വേറെ രാഷ്ട്രീയക്കാർ വരും അവർക്ക് സപ്പോർട്ടായിട്ട്. അവരെ ചെന്ന് കണ്ടു കഴിയുമ്പോൾ പറയും, ആ പോട്ടെ നമ്മുടെ ആളെ വിട്ടേര്. പിന്നെ നമ്മൾ പരാതിപ്പെടുന്നവർക്ക് എന്നെ പ്രയോജനം? ഒരു പ്രയോജനവും ഇല്ല. അതാണ് സംഭവിക്കുന്നത്. നേഴ്സുമാരുടെയൊക്കെ ഒരു പവർ കണ്ടാലുണ്ടല്ലോ, ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ചെല്ലണം നേഴ്സുമാരുടെ പവർ കാണണമെങ്കിൽ. നമ്മുടെ ആരോഗ്യമന്ത്രിക്ക് ഇല്ലാത്തതിനൊക്കെ പവറാണ് അവരുടെ ഒരു പവർ എന്ന് പറഞ്ഞാൽ. അവരുടെ ചോദ്യവും പേടിപ്പീരും നമ്മളൊരു അസുഖമായിട്ടല്ലേ ചെല്ലുന്നത്. നമുക്ക് ഈ രോഗത്തെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയാമെങ്കിൽ നമ്മൾ ഈ ഹോസ്പിറ്റലിലോട്ട് പോകേണ്ട കാര്യമില്ലല്ലോ. നമുക്ക് തന്നെ അതിൻ്റെ ചികിത്സയും കാര്യങ്ങളൊക്കെ അറിയാമെങ്കിൽ നമ്മളിപ്പോൾ ഒരു അസുഖം കൊണ്ട് ചെന്നാൽ അവരുടെ ചോദ്യമൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഏതാണ്ട് നമ്മൾ രോഗം വിലയ്ക്ക് മേടിച്ചുകൊണ്ട് ആശുപത്രിയിലോട്ട് ചെന്ന മാതിരിയാണ്. സിസ്റ്റർ പറഞ്ഞു അവിടുത്തെ കസേരയിലിരുത്താൻ. എന്നിട്ട് ഡോക്ടറും സിസ്റ്ററും കൂടെ കൈയൊക്കെ പിടിച്ച് നോക്കിയിട്ട് കാൽസ്യം കുറഞ്ഞതാണോ സോഡിയം കുറഞ്ഞതാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നതല്ലാതെ ഒന്നും ചെയ്യുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ 2 ദിവസം മുന്നേ രാത്രി ഇതുപോലെ കൊണ്ടുവന്നതാണ്, അപ്പോൾ ഡോക്ടർ തന്നെയായിരുന്നല്ലോ ഉണ്ടായിരുന്നത്, ഒന്ന് ആവി കൊടുക്കാവോ എന്ന് ചോദിച്ചപ്പോൾ ആ നഴ്സ് വെറുതെ സ്വിച്ചിട്ടിട്ട് ഇങ്ങനെ ആവിയുടെ ഇതിങ്ങ് തരുമായിരുന്നു. അപ്പം എന്നിട്ട് ഞാൻ പറഞ്ഞു, ഓക്സിജൻ കൊടുത്തില്ല, അതുകൂടെ തരുമോ എന്ന് ചോദിച്ചതിന് ശേഷമാണ് ഓക്സിജൻ്റെ ഇതെടുത്ത് തന്നത്. അപ്പം ഞാനിങ്ങനെ പിടിച്ചു കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ പുള്ളി അപ്പോഴേ ഇങ്ങനെ കുഴഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ ആ സെക്യൂരിറ്റി ഇച്ചിരി മനസ്സാക്ഷി ഉണ്ടെന്ന് തോന്നിയിട്ട് ഞാൻ പറഞ്ഞു, ഒന്ന് പിടിച്ചു കൊടുക്കുമോ, ഞാനൊന്ന് ഫോൺ ചെയ്യട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ ബന്ധുക്കളെ വിളിച്ചിട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ പുള്ളിക്കാരൻ്റെ ചുണ്ടൊക്കെ അങ്ങ് കറുത്തു. അപ്പോഴും ഞാൻ പറയാനുണ്ട്, ബോധം പോയെന്ന് തോന്നുന്നു, എന്തെങ്കിലും ചെയ്യുമോയെന്ന് ചോദിച്ചപ്പോൾ നഴ്സ് എന്നോട് ചോദിച്ചു, എങ്ങനെയാണ് കൊണ്ടുവന്നതെന്ന് ചോദിച്ചു. 2 വീലറിലാന്ന് പറഞ്ഞപ്പോൾ, ഇത്രയും സീരിയസ് ആയ ഒരാളെ 2 വീലറിലാണോ കൊണ്ടുവരുന്നതെന്ന് ഇങ്ങനെ ദേഷ്യപ്പെട്ടതല്ലാതെ. ഇത്രയും സീരിയസ് ആയ ഒരാളെ 2 വീലറാണോ കൊണ്ടുവരണമെന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ ആ മനുഷ്യൻ എത്രമാത്രം സീരിയസ് ആണെന്നുള്ളവർക്ക് മനസ്സിലായത് കൊണ്ടായിരിക്കുമല്ലോ. ഇല്ലേ? ഒരു ഫസ്റ്റ് എയ്ഡ് എന്നതെങ്കിലും അവർക്കൊരു ഫസ്റ്റ് എയ്ഡ് ചെയ്യാമായിരുന്നു. ഒരു ഹോസ്പിറ്റലിൽ നമ്മളിപ്പോൾ പെട്ടെന്നൊരിത് വരുമ്പോൾ നമ്മളിപ്പോൾ വലിയ സൗകര്യം ഇല്ലാത്തൊരു ഹോസ്പിറ്റലാണ് നമ്മൾ പെട്ടെന്ന് കയറ്റുന്നതെന്നു ചോദിച്ചാൽ അവിടെ ഒരു ഡോക്ടർ ഉണ്ടെന്ന് നമുക്കറിയാം. എന്നാൽ അവരെല്ലാം പഠിച്ചു വരുന്നവരല്ലേ. ഒരു ഡോക്ടറുണ്ട്, ഒരു നേഴ്സുണ്ട്. അവരെന്നതെങ്കിലും ഒരു ചെറിയ കാര്യമെങ്കിലും ഒന്ന് ഫസ്റ്റ് എയ്ഡ് ചെയ്യും. നമുക്കൊരു സമാധാനത്തോടെ അടുത്ത ഹോസ്പിറ്റലിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ ഓർത്തുകൊണ്ടാണ് നമ്മളൊരു തൊട്ടടുത്തുള്ള ഒരു ഹോസ്പിറ്റൽ ക്ലിനിക്കാണേലും നമ്മൾ പെട്ടെന്ന് ചെന്ന് കയറുന്നത്. കാര്യം ഒരു ഫസ്റ്റ് എയ്ഡ് അവർ തരും എന്നുള്ളൊരു വിശ്വാസത്തിലാണ്. ഒരു മനുഷ്യൻ്റെ ജീവനല്ലേ, അതിനുവേണ്ടി അവർ എന്നതെങ്കിലും ചെയ്യും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ്. ആ സ്കൂട്ടറിലാണോ കൊണ്ടുവന്നതെന്ന് ചോദിച്ച് വഴക്ക് പറഞ്ഞു. പിന്നെ ഈ നേഴ്സ് എന്ന് പറയുന്നതുകൊണ്ട് അവർക്ക് അവിടെ നിന്ന് വണ്ടി ഇങ്ങോട്ട് കൊണ്ടുവിടാനായിട്ട്. ഇവിടെയൊക്കെ എന്നതാ പറയേണ്ടത്? സേവനമെന്നാണ് പറയുന്നത്. നേഴ്സിംഗ് എന്ന് പറഞ്ഞാൽ ഒരു പുണ്യമാണ് ആ ഒരു ജോലി ചെയ്യുന്നത്, ആ ഒരു സേവനമാണെന്നാണ് പറയുന്നത്. പക്ഷേങ്കിൽ ഇതൊക്കെ പഠിച്ചിങ്ങോട്ട് ഇറങ്ങി കഴിയുമ്പോൾ ഉണ്ടല്ലോ, പിന്നെ ഇവരൊക്കെ വലിയ പുള്ളികൾ ലോകത്തില്ലെന്നും പറഞ്ഞുകൊണ്ടാണ്. നല്ലവരും ഉണ്ട് കേട്ടോ, നല്ല നേഴ്സുമാർ ഒരുപാട് പേരുണ്ട്, ഒത്തിരി പേരുണ്ട്. ഓരോ ഹോസ്പിറ്റലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് സത്യം പറഞ്ഞാൽ അവരോട് ഭയങ്കര ബഹുമാനവും സ്നേഹവും തോന്നിപ്പോകും. അതുപോലെ മര്യാദയ്ക്കും സ്നേഹത്തോടും കൂടി പെരുമാറുന്നവരുണ്ട്. ഞാൻ പറയുന്നത് ഇത്രയും മൂശായിട്ട് പിടിച്ച് ഇതിനെയൊക്കെ അവിടുന്ന് പറഞ്ഞു വിട്ടേച്ച് ഇഷ്ടംപോലെ പിള്ളേർ ജോലി ഇല്ലാതെ ഇങ്ങനെ നിൽപ്പുണ്ട്, നേഴ്സിംഗ് പഠിച്ചിറങ്ങിയിട്ട് നിൽപ്പുണ്ട്. നാട്ടിൽ ജോലി ചെയ്യാതെ വിദേശത്ത് പോയി ജോലി ചെയ്യുന്ന കുഞ്ഞുങ്ങളുണ്ട് ഇവിടെ ജോലിക്ക് കയറാൻ പറ്റാഞ്ഞിട്ട്. അതുങ്ങളൊക്കെ അങ്ങോട്ട് കയറ്റിവിട്.
വേറെ ഒന്നും ചെയ്തില്ല. എന്നോട് ചോദിച്ചു നിങ്ങൾക്ക് ആംബുലൻസ് ഇല്ലല്ലോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് പറഞ്ഞപ്പോൾ അവർ അവിടുത്തെ ആംബുലൻസ് ഡ്രൈവറിനെ വിളിച്ചു. അതിനിടയിൽ വീൽ ചെയറിൽ കയറ്റി. അപ്പോൾ ആംബുലൻസിലോട്ട് കയറ്റുന്നതിന് മുന്നേ അപ്പോൾ ബോധം പോയി, മൂക്കിൽ നിന്ന് ഇങ്ങനെ പത വരുന്നുണ്ട്. അപ്പോഴും ഞാൻ പറയുന്നുണ്ട് മൂക്കിൽ നിന്ന് പത വരുന്നുണ്ട്, ബോധം പോയി, അനങ്ങുന്നില്ല, വിളിച്ചിട്ട് അനങ്ങുന്നില്ല, ഒന്ന് CPR കൊടുക്കുന്നുണ്ട്. ആ ഡോക്ടർ ഒന്നും ചെയ്തില്ല. ഡോക്ടർ ഇങ്ങനെ നിൽക്കുന്നതല്ലാതെ ഒന്നും ചെയ്തില്ല. ഈ ഒരു സിറ്റുവേഷൻ ഒരു മന്ത്രിക്കോ ഒരു MLAക്കോ ഒന്നും വേണ്ട, ഒരു പഞ്ചായത്ത് മെമ്പറിനോ ആണെങ്കിൽ വരണമെങ്കിൽ ഈ ഭരണകക്ഷിയിലിരിക്കുന്ന ഒരു പഞ്ചായത്ത് മെമ്പറിനോ വരുന്നെങ്കിൽ ഇവരിങ്ങനെയായിരിക്കും ചികിത്സിക്കുന്നത്. ഇങ്ങനെയായിരിക്കും. ആ ഹോസ്പിറ്റലിൽ സൗകര്യം ഇല്ലെങ്കിൽ അടുത്ത ഹോസ്പിറ്റലിലോട്ട് പോയിട്ട് എത്ര നേഴ്സുമാരെ അവരെ വണ്ടിക്കകത്തോട്ട് കയറ്റിവിടും, എത്ര ഡോക്ടർമാരെ കയറ്റിവിടും? എന്നാത്തിനാണ് അതൊക്കെ ചെയ്യുന്നത്? ഈ സാധാരണക്കാരനും കിട്ടാത്ത എന്നാ ഗുണങ്ങളാണ് അവർക്ക് കൊടുക്കേണ്ടത്? ഒരു സാധാരണക്കാരൻ്റെ ജീവൻ്റെ അതേ വില തന്നെയാണ് ഇവർക്കും ഒക്കെ ഉള്ളത്. നമ്മളൊക്കെ വോട്ട് ചെയ്ത് ജയിപ്പിച്ച് വിട്ടതുകൊണ്ടാണ് ഇവരൊക്കെ മന്ത്രിയും MLAയും പഞ്ചായത്ത് മെമ്പറും ഒക്കെ ആകുന്നത്. നമ്മളാരും ഒരു പൊതുജനം ഒരു വോട്ട് ചെയ്യുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് വീട്ടിൽ ഇരുന്നാൽ ഈ ഒരു രാഷ്ട്രീയം എന്ന പരിപാടിയെ നിന്നു പോകും. ഒരു നേഴ്സിനെങ്കിലും അവിടുന്ന് വിടുന്ന ഒരു ആംബുലൻസ് അല്ലേ, ആ ഹോസ്പിറ്റലിൽ നിന്ന് വിടുന്ന ഒരു ആംബുലൻസ് അല്ലേ, അവിടുത്തെ ഡ്രൈവറും അല്ലേ പോകുന്നത്? അവർക്കറിയാം ഒന്നെങ്കിൽ ഒരു 2 നേഴ്സുമാരെ ആ കൂടെ അല്ലെങ്കിൽ ഒരു സീപ്പറേയും കൂടെ കയറ്റി വിട്ട് ഒരു നേഴ്സിനെയും കൂടെ വിട്ട് ഒന്ന് ആ ഒരു ഹോസ്പിറ്റലിൽ എത്തുന്നതിന് വരെ എന്തെങ്കിലും ഇടയ്ക്കൊരു എമർജൻസി വന്നാൽ അവർക്ക് ഒരു ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ എന്നതെങ്കിലും ഒന്ന് ചെയ്യാനായിട്ട് ഒരു മനസാക്ഷിയുടെ പുറത്തെങ്കിലും ഒരാളെ കൂടെ വിടത്തില്ലേ? ഇല്ലേ? അത് ഒരു ഫസ്റ്റ് എയ്ഡ് ഇവിടുന്ന് കൊടുത്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. എന്നിട്ട് ഇവർ പറയുന്നത് ഈ 20 മിനിറ്റുള്ള സമയം ചെയ്ത് ഇവരിവിടുന്ന് അവിടെ ചെല്ലാൻ എടുത്ത സമയമാണ് 20 മിനിറ്റ്. ഈ ഹോസ്പിറ്റലിൽ നിന്ന് ഒരു മെഡിക്കൽ കോളേജിലേക്ക് പോകാൻ എടുത്ത സമയമാണ് ആ ഒരു 20 മിനിറ്റ്. അതിനുള്ളിലാണ് അദ്ദേഹം മരണപ്പെടുകയും ചെയ്തേക്കുന്നത്. ഒരു നിമിഷം ആ മനുഷ്യൻ എന്നതെല്ലാം മനസ്സിൽ ചിന്തിച്ച് കൂട്ടിക്കാണും. ആ ഒരു വെപ്രാളത്തിനിടയ്ക്ക് ചിന്തിച്ച് എത്രമാത്രം ഒരു പക്ഷേ അയാളുടെ ആ ടെൻഷൻ കൂടെ കൊണ്ടായിരിക്കാം ആ അസുഖം ഒന്നും കൂടെ കൂടും. നമുക്ക് ടെൻഷൻ വരുമ്പോൾ നമുക്ക് ഏത് അസുഖവും കൂടുകയും കൂടെ ചെയ്യുന്നത്. അവിടുന്ന് ഒരു ഫസ്റ്റ് എയ്ഡ് കൊടുത്ത് ഒരു സമാധാനത്തിലൊരു വാക്ക് പറഞ്ഞ് പേടിക്കേണ്ട, ധൈര്യമായിട്ടിരുന്നോ, ഒരു കുഴപ്പവും വരത്തില്ല, നിങ്ങൾ അവിടെ ചെല്ലുന്നതിന് വരെ നിങ്ങൾ ഓക്കെയാണ് എന്നൊരു വാക്ക് പറഞ്ഞ് ഒരു സമാധാനത്തോടെ വിടുവാണെങ്കിൽ ആ മനുഷ്യന് ആ ഒരു ധൈര്യം വരും. ഞാൻ ഓക്കെയാണ്, അവരെനിക്ക് ഇത്രയും ചെയ്തല്ലോ, അപ്പോൾ എനിക്കൊന്നും സംഭവിക്കത്തില്ല. അപ്പോൾ ആ മനസ്സിനും ഒരു ധൈര്യം വരും. അവിടെ ചെല്ലുന്നിടം വരെ അദ്ദേഹത്തിന് ആ ഒരു ധൈര്യത്തോട് നിൽക്കാൻ പറ്റും. അതൊന്നും ചെയ്യത്തില്ല. കാര്യം അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവൾമാർക്കൊക്കെ പറയുന്നില്ല. എല്ലായ്പ്പോഴും അവിടെ അങ്ങനെയാണ്. ഞങ്ങൾ വെള്ളിയാഴ്ച രാത്രി പോയപ്പോഴും അവിടെ ബെല്ലടിച്ച് അവർ എണീറ്റ് വന്ന് OP ടിക്കറ്റ് എടുത്തതിന് ശേഷം മാത്രമേ രോഗിയെ നോക്കാറുള്ളൂ. ഈ അന്നത്തെ ദിവസം അവർ ഉറക്കത്തിൽ നിന്ന് വന്നിട്ട് അവർക്ക് പൂട്ട് തുറക്കാൻ അവർക്ക് പറ്റുന്നില്ല. അന്ന് ഒരുപാട് താമസിച്ചിട്ടാണ് പൂട്ട് തുറന്നത്. അപ്പോഴും ഇക്കൊക്കെ ഇവിടെ മരണവെപ്രാളം പോലെ തന്നെയായിരുന്നു. ശ്വാസം കിട്ടുന്നില്ല, എനിക്ക് ശ്വാസം കിട്ടുന്നില്ല, നെഞ്ചുവേദന അല്ല, ശ്വാസം കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് കരയാണ്. അപ്പം ഞാനിങ്ങനെ സമാധാനിപ്പിക്കാൻ അവിടെ ഇരിക്കുകയും ഞാനിപ്പോൾ വിളിക്കാം. എന്നിട്ട് ഞാൻ ആ ഗ്രില്ലിനപ്പുറത്ത് നിന്ന് അവരെ കാണുന്നുണ്ട്. ഞാൻ പറഞ്ഞൊന്ന് ഓടി വരുമോ സിസ്റ്റർ, ഇത്തിരി ഓടി വരുമോ എന്ന് ചോദിച്ചപ്പോൾ വരുന്ന ദേഷ്യപ്പെട്ടിട്ടാണ് വരുന്നത്. അവരുടെ ഉറക്കം പോയതിൻ്റെതായിരിക്കും, പക്ഷെ നഷ്ടപ്പെടുന്ന ഞങ്ങൾക്കല്ലേ. ഇവരുടെ ഉറക്കം പോകുന്നത് ഈ നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്നവർക്ക് ഡേയിൽ കിടന്നുറങ്ങാനുള്ള സമയമുണ്ടല്ലോ. അങ്ങനെ ഇല്ലാത്തൊരു ലീവ് എടുക്കുക, ഉറങ്ങാൻ പറ്റാത്തൊരു, അങ്ങനെ ഉറക്കം ഉളയ്ക്കാൻ താല്പര്യമില്ലാത്തൊരു ലീവ് എടുക്കുക. ആ ഒരു അങ്ങനെയുണ്ട് കേട്ടോ. നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്ന് കയറുമ്പം ഇവർക്ക് ഉറക്കം പോകുന്നതിൻ്റെ ദേഷ്യം നമ്മുടെ നല്ലപോലെ കാണിക്കും. അങ്ങനെയുണ്ട്, അത് സത്യമാണ്. ഞാനും ഇതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ തന്നെ. ഈ ആംബുലൻസിൽ കയറ്റുന്ന സമയത്ത് ഞാൻ ചോദിക്കുകയാണ് ആരെങ്കിലും ഒന്ന് കയറുമെന്ന് വെച്ചപ്പോൾ ഇവിടെ നിന്ന് ആരും വരത്തില്ല എന്ന് പറഞ്ഞു. അവിടെ നേഴ്സ് ഉണ്ട്, ഡോക്ടർ ഉണ്ട്, നഴ്സിംഗ് അസിസ്റ്റൻ്റ് ഉണ്ട്, ആ സെക്യൂരിറ്റി ഉണ്ട്. ഒരാൾ എന്നെ സഹായിക്കാനില്ലായിരുന്നു. വേണ്ട, അവർ സഹായിക്കണമെന്ന് CPR കൊടുത്തിരുന്നെങ്കിൽ എനിക്കൊരു സമാധാനമായിരുന്നു. ആ മെഡിക്കൽ കോളേജിൽ പോകുന്നതിനിടയ്ക്ക് എൻ്റെ വാപ്പയും ചേച്ചിയുടെ മോനുമാണ് കയറിയത്. അപ്പോഴും ഞാൻ CPR കൊടുക്കാൻ പറ്റില്ല. നോക്കിയിട്ട് വാ തുറന്ന് നോക്കുമ്പോൾ നാക്ക് കടിച്ചു പിടിച്ചൊക്കെയാണ്. അപ്പോഴും മൂക്കിന്ന് വായിന്ന് പത വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ഹോസ്പിറ്റലിൽ അവിടെ മെഡിക്കൽ കോളേജിൽ പോയപ്പോൾ അവർ ചോദിച്ചത് CPR കൊടുത്തു എന്നാണ് ചോദിച്ചത്. ഈ കൊണ്ടുപോകുന്ന ഈ ഗ്യാപ്പാണ് അവർ പറഞ്ഞത് 20 മിനിറ്റ് ആയി പോയിട്ടെന്ന്. അവിടെ ചെന്നപ്പോഴും അവർ ചോദിച്ചത് CPR കൊടുത്തോ എന്നാണ് ചോദിച്ചത്. കാര്യം എന്നു വെച്ചാൽ പറഞ്ഞില്ല, ഇവിടെ നിന്ന് ഇവരൊരു CPR കൊടുത്ത് ആ മനുഷ്യന് ഒരു 2-3 മിനിറ്റെങ്കിലും അവർ അവിടെ കിടത്തി അത്രയും നേരം ഈ നെബുലൈസേഷൻ കൊടുത്ത സമയത്ത് അതിനകത്ത് മരുന്ന് പോലും ഒഴിക്കാതെ കൊടുത്തതെന്നാണ് പറയുന്നത്. കാര്യം അവർക്ക് അതിനൊന്നും മെനക്കെടാൻ വയ്യ. ഞാൻ ചോദിക്കുന്നത് ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലിലുള്ള മരുന്നുകളാണെങ്കിലും നമ്മളുടെയൊക്കെ നികുതി പണത്തിൽ തന്നെ എടുത്ത് വെക്കുന്നതാണ്, അല്ലാതെ ഇവൾമാരുടെ ഒന്നും വീടുകളിൽ നിന്ന് കൊണ്ടുവരുന്ന മരുന്നല്ല അവിടെ വെക്കുന്നത്.
എന്നാണേലും ഒരു മനുഷ്യൻ്റെ ജീവൻ പൊലിഞ്ഞു പോയത് ഓർക്കുമ്പോഴത്തേക്കും ഉണ്ടല്ലോ അവരനുഭവിച്ച ഒരു സിറ്റുവേഷൻ, ആ ഒരു കുടുംബം ചിന്നി ചിതറിയ പോലെ ആയി പോയില്ലേ. ആർക്കാണ് നഷ്ടം? ആർക്കും നഷ്ടമില്ല. ഇവർക്കിതൊരു പുത്തിരിയല്ല. ഇതുപോലെ പല കാര്യങ്ങളും ഇവർ ദിവസം കണ്ട് നടക്കുന്നുണ്ട്. ഇവർക്കിതൊക്കെ ഒരു രസം തന്നെയായിരിക്കും. പക്ഷേങ്കിൽ ഇതൊക്കെ അനുഭവിക്കുന്നവർക്ക് മാത്രമേ ആ ഒരു കുടുംബം മാത്രം ഇതുപോലെ മൊത്തം ആരെന്നെ സഹായിച്ചാൽ എന്നെ പ്രയോജനം, എന്നെ സഹായിച്ചിട്ട് കാര്യം. ഇതൊന്നും ഒരു അവസാനമല്ല കേട്ടോ. ഇതൊക്കെ ഇങ്ങനെ ഇനി അടുത്തത് വരാൻ പോകുന്നതേ ഉള്ളൂ. ഒരു കഴിഞ്ഞിടയ്ക്ക് ആ മനുഷ്യൻ അങ്ങനെ വന്നപ്പോഴത്തേക്ക് എല്ലാവരും കിടന്ന് ഒന്ന് ബേളം വെച്ചു, രാഷ്ട്രീയക്കാർ ബേളം വെച്ചു, എല്ലാ വശത്തൂടെ ഒരു നമ്മുടെ ആരോഗ്യവകുപ്പിൻ്റെ ഒരു മന്ത്രി വന്നു, എല്ലാം സംസാരിച്ചു എടുത്തു പോയി. അവരതിന് ശേഷം ഒരു ഇച്ചിരിയെങ്കിലും ഒന്ന് ശ്രദ്ധ ചെലുത്തിയാൽ ഈ ഹോസ്പിറ്റലിലേക്ക് ഒരു മിന്നൽ പരിശോധന പോലെ എന്തെങ്കിലുമൊക്കെ നോക്കി ഇവർക്കൊരു പേടി വരും. ഏത് നിമിഷവും ഒരു പരിശോധന വരും, നമ്മുടെ ഹോസ്പിറ്റലിൽ ഒരു ചെക്കിംഗ് ഉണ്ട് എന്നുള്ളൊരു. ശൈലജ ടീച്ചർ 2 ഹോസ്പിറ്റലിൽ രാത്രി കയറിയതേ ഉള്ളല്ലോ. ഗവൺമെൻറ് ഹോസ്പിറ്റലുകാരെല്ലാം ഒരു ശ്രദ്ധയോടുകൂടി ഇരിക്കാൻ തുടങ്ങിയല്ലോ. എല്ലാവരും ശ്രദ്ധയോടുകൂടി ഇരിക്കാൻ തുടങ്ങിയല്ലോ. അതുപോലെ ഒരു 2 ദിവസം ഇവരുടെ എല്ലാ ദിവസവും ഇവർ പോകണമെന്ന് പറഞ്ഞില്ല. മാസത്തിൽ ഒരു പ്രാവശ്യം ഇവർ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ പ്രതീക്ഷിക്കാതെ, അവരെ അറിയിക്കാതെ ഒന്ന് പോയി നോക്കുക. നോക്കി കഴിയുമ്പോൾ അറിയാം അവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്നാന്നുള്ളത്. രാത്രി ഉറങ്ങാനാണെങ്കിൽ പിന്നെ എന്നത്തിനാണ് ഇവർക്ക് ഡ്യൂട്ടി എന്ന് പറഞ്ഞു കൊടുക്കുന്നത്? അതിലും ഒരു മനുഷ്യൻ്റെ ജീവനും കൂടെ പോയി കേട്ടപ്പോഴത്തേക്ക് ഒരുപാട് വിഷമം തോന്നി. നാളെ ഇത് നമുക്ക് സംഭവിക്കാം. മനുഷ്യർ ആരെങ്കിലുമൊക്കെ ഒന്ന് പ്രതികരിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു മാറ്റം വരാൻ പോകുന്നത്. മറ്റൊരു വീഡിയോയിലൂടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം.